എടാ ഈ 2K കിഡ്സിനെ വധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഏറെ പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ ഏറെക്കുറെ തെറ്റായ രീതിയിലാണ് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട്. മദ്യവും സിഗരറ്റും മറ്റ് ലഹരി വസ്തുക്കളും മൈനേഴ്സിന് വിൽക്കുവാനായിട്ട് അനുവാദമില്ല. പിന്നെ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ എത്തിച്ചേരുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേന് നമ്മൾ ഈ 90s കിഡ്സിനും ചെറിയൊരു പങ്കില്ലേ അതിൽ. 2024 NDPS ആക്ടിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 300% എബവ് ആണ് കേരളത്തിലെ ഡ്രഗ് കേസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 27,701 കേസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയും കേരളം ഒന്നാമത്. 2025 കഴിഞ്ഞ 2 മാസങ്ങളുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 63ഓളം മേർഡർ കേസുകളാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയത്. അതിൽ 30ഓളവും ഡ്രഗ് റിലേറ്റഡ് കേസുകൾ. ഇന്ന് മാതാപിതാക്കൾ ഡ്രഗ് ടെസ്റ്റ് കിറ്റുകൾ വാങ്ങിക്കാനായിട്ട് ഓടുകയാണ്. എടാ ഈ കണ്ട സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ അടിച്ചു കയറ്റി അപ്പനെ അമ്മയും തിരിച്ചറിയാതെ നടക്കും. എടാ ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പനാര് അമ്മയാരെന്ന് മനസ്സിലാക്കി ജീവിക്കും. എടാ നമ്മുടെ ഈ ലഹരി എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ സക്സസ് ആയിരിക്കും. ആ സക്സസ് തന്നെ ആയിരിക്കണം മറ്റുള്ളവർക്ക് സന്തോഷം നൽകേണ്ടത്. എടാ മഹാനായ APJ അബ്ദുൽ കലാം പറയുന്ന ഒരു വാക്യമുണ്ട്, ഡ്രീം അബൌട്ട് വാട്ട് യു മൈറ്റ് ബിക്കം. എടാ പോയി സ്വപ്നം കാണ്, സക്സസിലേക്ക് വളരാനുള്ള സ്വപ്നം.